നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള രണ്ട് ഫേസാണ് നമ്മുടെ ടീനേജും അതുപോലെ തന്നെ ഓൾഡ് ഏജും. സോ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ രണ്ട് ഫേസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കൽ നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ടീനേജിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. സോ ടീനേജിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് അവരുടെ ഇമോഷണൽ ബയാസ് എന്ന് പറയുന്നത്, അല്ലേ? ചില സമയത്ത് അവർക്ക് സങ്കടം വരും, ചില സമയത്ത് സന്തോഷം വരും, ചില സമയത്ത് ദേഷ്യം, ഇങ്ങനെയുള്ള പല ഇമോഷൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കണ്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെടുക്കുന്ന എല്ലാ തീരുമാനത്തിൻ്റെയും പുറകിലും അവരെന്ത് കാര്യം അവരുടെ തലവെച്ച് പ്രോസസ്സ് ചെയ്താലും അതിനകത്തൊരു ഇമോഷണൽ ടച്ച് അതിനകത്ത് കാണും. അതുപോലെ തന്നെ അവരെ നോക്കുന്ന പേരൻസ് ആണെങ്കിലും ഇത്രയും നാളും കണ്ടവരെ പോലെയല്ല, ഇച്ചിരി ഒരു ഇമോഷണൽ ഹൈപ്പ് അവരുടെ എല്ലാ റെസ്പോൺസസിനും കണ്ട് പേടിച്ചു പോകുന്ന ചില പേരൻസും ഉണ്ട്. സോ ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുഞ്ഞു ഭൂമിയിൽ ജനിക്കുന്നുണ്ടെങ്കിലും ജനനത്തിന് ശേഷമാണ് മനുഷ്യരായ നമ്മൾ പൂർണ്ണതയിലെത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പല ഓർഗൻസും മച്ചുവേർഡായി മാറുന്നതാണ്. അതുപോലെ തന്നെ മെച്യൂരിറ്റി ആകേണ്ട ഒരു ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിന് ഫുള്ളി മെച്യൂർഡ് ആയിട്ടൊന്നുമല്ല നമ്മൾ ജനിക്കുന്നത്. ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഫുള്ളി മെച്യൂർഡ് ആയി തീരുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 25 വയസ്സോട് അടുക്കുന്നതോടുകൂടെയാണ്. സോ നമ്മൾ ഈ ടീനേജേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം 25 ബിലോ ആണ്, അല്ലേ? സോ ഇവർ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ ദെയർ ബ്രെയിൻ ഈസ് നോട്ട് യെറ്റ് ഫുള്ളി മെച്യൂർഡ്. അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതുവരെ മെച്യൂർ ആയിട്ടില്ല, അതൊരു മെച്യൂറേഷൻ പ്രോസസ്സിലാണ് ഇരിക്കുന്നത്. സോ ഈ മെച്യൂർ ആകുന്ന പാർട്ടിലെ മേജർ പാർട്ടാണ് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു പാർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ചിന്തിച്ച് പരിഹരിക്കാൻ ആവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ബ്രെയിനിൻ്റെ പാർട്ടാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവർക്കെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ലൈഫിൽ വളരെയധികം വാല്യുബിൾ ആയിട്ട് ഒരു ഹ്യൂമൻ ആവശ്യമുള്ള ബ്രെയിൻ പാർട്സൊക്കെ സ്റ്റിൽ പ്രോസസ്സിങ്ങിലാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു ബ്രെയിൻ പാർട്സൊക്കെ പ്രോസസ്സായി അല്ലെങ്കിൽ മെച്ചുവേർഡായി വരുന്ന ഈ സമയത്ത് ഇവരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രെയിൻ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ലിംബിക് സിസ്റ്റം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ ഇമോഷണൽ സെൻറ്റർ കൂടെയാണ്. ഒരു മനുഷ്യനായ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഉത്ഭവിക്കുന്നത് നമ്മുടെ ഈ ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ്. ഒരു ടീനേജിലുള്ള കുട്ടി അവരെ സംബന്ധിച്ച് അവരുടെ ഈ ഫസ്റ്റ് എഞ്ചിൻ ഇൻ പ്രോസസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ സെക്കൻഡ് എഞ്ചിൻ നമ്മുടെ ഈ ലിംബിക് സിസ്റ്റമാണ് പ്രധാനമായിട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ അവർക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തായാലും നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഔട്ട്പുട്ട്, ഒരു മറുപടി വെളിയിലോട്ട് കൊടുക്കുന്നതല്ലേ. സോ ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ലിംബിക് സിസ്റ്റത്തിലാവുമ്പോഴും എല്ലാത്തിനും ഒരു ഇമോഷണൽ ടച്ച് അവരുടെ പ്രതികരണങ്ങളിലും അവരുടെ പെരുമാറ്റങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റമാണ്. സോ അതുമൂലമാണ് നമുക്ക് ഈ ഇമോഷണൽ ബയാസും അതുപോലെ തന്നെ ചിലർ ഭയങ്കര ഇമോഷണലൊക്കെ ആയിട്ട് മാറിപ്പോകുന്നത്. പല പേരൻസിൻ്റെ ഏറ്റവും വലിയ പേടിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്നതിലൊക്കെ ആയിപ്പോയോ എന്നാ ഇങ്ങനെയൊക്കെയെന്നുള്ള പേടികൾ. സോ അത് വലുതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ഒരു അപ്രോക്സിമേറ്റ്ലി 25 ഇയേഴ്സൊക്കെ ആയി കഴിയുമ്പം അവരുടെ ഫസ്റ്റ് എഞ്ചിനായിട്ടുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഫുള്ളി ഡെവലപ്ഡ് ആവും. പിന്നെ നമ്മുടെ ഒരു ചോയ്സാണ് നമ്മൾ ഏത് ബ്രെയിൻ പാർട്ട് യൂസ് ചെയ്യണമെന്ന്. സോ ഈ ടീനേജേഴ്സിനുണ്ടാകുന്ന ഇമോഷണൽ ബയാസോ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായി മാറുന്നതോ ഒന്നും വലിയ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഇമോഷൻ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ആക്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. സോ എനിക്കൊരു പർട്ടിക്കുലർ ഇമോഷൻ വന്നു, ഫോർ എക്സാമ്പിൾ എനിക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യം വെച്ച് പെരുമാറണോ വേണ്ടായോ എന്ന് അത് ഇറ്റ്സ് മൈ ഡിസിഷൻ. ഈ ഒരു ടീനേജിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ റിലീം എപ്പോഴും ഇച്ചിരി കൂടുതലായിരിക്കും എന്നുള്ളൊരു ബോധം എപ്പോഴും നിങ്ങൾക്ക് വേണം. ഈ ഒരു ബോധം ഉള്ളപ്പോൾ ഒരു പർട്ടിക്കുലർ ഇമോഷൻ വരികയാണെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മളതിനെ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റൽ പീരീഡിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് അത് ഡെവലപ്പായി പോകുന്നത്. സോ കുറേ കഴിയുമ്പം ലൈഫ് എക്സ്പീരിയൻസസിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഓട്ടോമാറ്റിക് ഡെവലപ്മെൻറ്റിലൂടെ ഒക്കെയും ഒരു ഇമോഷണൽ സ്ട്രെങ്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുവരെ നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇമോഷണൽ സ്ട്രെങ്ത്തിന് ആവശ്യമായിട്ടുള്ള നോളജിനെ നമ്മളുടെ ഉള്ളിലായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടീനേജിലൂടെ പോകുമ്പോൾ നമ്മുടെ സെക്കൻഡ് എഞ്ചിനായിട്ടുള്ള ലിംബിക് സിസ്റ്റം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓവർ പവർ ചെയ്ത് നിൽക്കുന്നതെന്നും അത് വെച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലതും നമ്മൾ ഇമോഷണലി എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് തലേ കയറ്റി വെച്ചിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ അതുകൊണ്ടായതുപോലെ അല്ല, നമ്മളതിനെ ഇമോഷണലി പ്രോസസ്സ് ചെയ്തത് കൊണ്ടാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എടുത്ത് ചാടി ഒന്നിലും പ്രതികരിക്കാൻ പോകാതെ വേണം. യു ജസ്റ്റ് കാം യുവർ സെൽഫ് ആൻഡ് ഒന്നുകൂടെ ഒന്ന് തിങ്കൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രതികരിക്കാൻ പോകുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന ഒരു പീരീഡാണ്, അല്ലേ, നമ്മുടെ ഈ ടീനേജ് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി നമ്മുടെ കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇതിലൊക്കെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 1-2 ആളുകളുടെ
ഒരു അഡ്വൈസ് എടുക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും. ബിക്കോസ് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഫുള്ളി മച്ചുവേർഡ് ആയിട്ടുള്ള ബ്രെയിൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു അൺമച്ചുവേർഡ് ബ്രെയിൻ ചിന്തിക്കുന്നതാണ്. നിങ്ങൾ അഡ്വൈസ് ചോദിക്കുമ്പോൾ ആ ഫീൽഡിലുള്ളവരോട് വേണം അഡ്വൈസ് ചോദിക്കാൻ, വേണം ഔട്ട് ഓഫ് ഫീൽഡ് പോയി ചോദിക്കരുത്. കാരണം ഓൾറെഡി മച്ചുവേർഡ് ആയിട്ടുള്ള ബ്രെയിന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരാൻ കഴിയും ഉറപ്പായിട്ടും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.